ഹലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് കൊച്ചുള്ളിയും കുറച്ച് വെല്ലുള്ളിയും വറ്റൽമുളകും എല്ലാം കൂടി ഇട്ടിട്ട് നല്ലൊരു ചട്നിയാണ് കാണിക്കുന്നത് കേട്ടോ. അത് കപ്പയ്ക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിലും മുട്ട ദോശയ്ക്ക് ഇഡ്ഡലിക്കോ ഒക്കെ നമുക്ക് നേരത്തെ ഉണ്ടാക്കി ഫ്രീസറിലും വെക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇത് ഞാൻ ചേച്ചിക്ക് വേണ്ടി കൊണ്ടുപോകാൻ ഉണ്ടാക്കിയതായതുകൊണ്ട് കുറച്ച് വലിയ ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്. ഇത് ഞാനിപ്പോൾ കൊച്ചുള്ളിയും വെല്ലുള്ളിയും കൂടെ 1/2 കിലോ എടുത്തിട്ടുണ്ട്. പക്ഷേ അതിൽ 350 ഗ്രാമോളം കൊച്ചുള്ളി തന്നെയാണ്. കൊച്ചുള്ളി കുറച്ച് കുറവായതുകൊണ്ട് പിന്നെ കുറച്ച് വെല്ലുള്ളിയും കൂടെ അരിഞ്ഞിട്ടു എന്നുള്ളതേ ഉള്ളൂ. ഈ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റാനായിട്ട് നമുക്ക് ഒരു 1/4 കപ്പ് വെളിച്ചെണ്ണയുടെ ആവശ്യമുണ്ട്. ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ വേണം നമുക്ക് ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. നിങ്ങൾക്ക് കൊച്ചുള്ളി മാത്രമായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഒന്നുകിൽ മുഴുവനായിട്ട് തന്നെ ഉള്ളി ഇടാം, ഒരുപാട് വലുതല്ലെങ്കിൽ. നല്ല വലിപ്പമുള്ള കൊച്ചുള്ളിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നടുക്കൂടെ ഒന്നുകൂടെ മുറിച്ചിട്ടാൽ മതി. പിന്നെ അതിൻ്റെ കൂടെ വഴറ്റാൻ ആവശ്യമുള്ളത് ഒരു 5-6 തണ്ട് കറിവേപ്പിലയും വെളുത്തുള്ളി ഒരു 8 അല്ലിയുമാണ് 1/2 കിലോയുടെ കണക്കിനാണെന്നുണ്ടെങ്കിൽ. ഇപ്പം നമുക്കത് വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വഴറ്റുന്ന കൂട്ടത്തിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 30 കാശ്മീരി ഡ്രൈ ചില്ലിയാണ്. നിങ്ങൾ സാധാരണ വറ്റൽമുളകാണ് എടുക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എണ്ണം കുറച്ചേ എടുക്കാവുള്ളൂ കേട്ടോ. ഒരു 20 എണ്ണത്തിനും 25 എണ്ണത്തിനും ഇടയ്ക്കേ ചേർക്കാവുള്ളൂ. 1/2 കിലോ ഉള്ളി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ കരുതരുത് ഒരുപാട് അങ്ങ് ഉണ്ടാവുമെന്ന് കേട്ടോ. ഇത് ഒരുമാതിരി നന്നായിട്ട് വഴറ്റണം. അത് കഴിഞ്ഞിട്ട് മിക്സിയിൽ നമ്മൾ ചെറുതായിട്ടൊരു അടി അടിച്ചെടുക്കുന്നുണ്ട്, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്, പിന്നെയും വഴറ്റുന്നുണ്ട്. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവസാനം ക്വാണ്ടിറ്റി കാണാം, വളരെ കുറച്ചേ കാണുള്ളൂ. അപ്പം നിങ്ങൾ മിനിമം ഈ ഒരു ചട്നി ഉണ്ടാക്കാനായിട്ട് മെനക്കിടുമ്പോൾ 1/4 കിലോ ഉള്ളിയെങ്കിലും പൊളിക്കാനായിട്ട് സാവകാശം ഉള്ളപ്പോൾ വേണം നിങ്ങളിത് ചെയ്യാനായിട്ട്. ഇപ്പോൾ ആവശ്യത്തിന് അതെല്ലാം വഴന്നു വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യം ചെയ്യാനുള്ളത് ഉള്ളിയും വറ്റൽമുളകും എല്ലാം കൂടി ഇടാതെ ആദ്യം വറ്റൽമുളക് മാത്രം ഇപ്പം കണ്ടല്ലോ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക, ഒന്ന് ചതച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ അതിലേക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാനായിട്ട്. വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് ചതയുകയേ ചെയ്യാവുള്ളൂ കേട്ടോ. ഒരിക്കലും അരഞ്ഞു പോകരുത്, പൊടിയായും പോകരുത്. ആ വറ്റൽമുളക് ഒന്ന് ചതച്ചെടുത്തിട്ട് നമ്മൾ ആ വഴറ്റിയ ഉള്ളി എല്ലാം കൂടെ ആ എണ്ണയും കൂടെ ചേർത്ത് അതിലേക്ക് ഇടുക. അത് അരഞ്ഞു പോകുമെന്ന് നിങ്ങൾക്ക് പേടിയുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് 2ആയിട്ട് അരച്ചെടുക്കുക. ഒന്ന് ചതച്ചെടുക്കുക, അരച്ചല്ല ചതച്ചെടുക്കുക. നിങ്ങളിപ്പോൾ കണ്ടല്ലോ ആ മിക്സി ജാറിനുള്ളിലിരിക്കുന്നത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തതുപോലെയുള്ളൂ. എന്നിട്ട് നമ്മൾ ആ ഉള്ളി വഴറ്റിയ ആ സെയിം ആ ചട്ടിയിലേക്ക് തന്നെ ഇട്ടിട്ട് കുറച്ച് നേരം ആ എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. അപ്പോൾ നമുക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ഞാൻ 1/4 കപ്പ് എണ്ണ ആദ്യം ഒഴിച്ചു കൊടുത്തത് കൊണ്ട് പിന്നെ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് 1-2 കൊച്ചുള്ളിയൊക്കെ ഇങ്ങനെ അടിയാതെ കിടക്കുന്നതുണ്ടാവുമായിരിക്കും, ഒന്ന് ക്രഷ് ആവാതെ കിടക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വഴറ്റിയതായതുകൊണ്ട് ആ സ്പാച്ചുലായിട്ട് 2-3 തട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അങ്ങ് ഉടഞ്ഞ് കിട്ടുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് അതിലോട്ട് ചേർക്കാനുള്ളത് പുളി പിഴിഞ്ഞതാണ്. നിങ്ങൾക്ക് ഒന്നുകിൽ ഓരോ പ്രാവശ്യവും കഴിക്കാൻ എടുക്കുമ്പോൾ പുളി പിഴിഞ്ഞൊഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ പുളി പിഴിഞ്ഞൊഴിച്ചിട്ട് അങ്ങ് വഴറ്റി വെച്ച് കഴിഞ്ഞാൽ ആ സമയമാകുമ്പോൾ നമ്മൾ പുളി പിഴിയാനൊന്നും നിൽക്കണ്ട. ഇപ്പം ഞാൻ എരിവൊരിച്ചിരി കുറവാണെന്ന് തോന്നിയത് കൊണ്ട്, കാരണം കാശ്മീരി ചില്ലിയല്ലേ ചേർത്തത്, അത് കാരണം 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറോട് ചേർത്തിട്ട് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും കൂടെ പിഴിഞ്ഞൊഴിക്കുകയാണ്. പുളിയൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കണേ, പുളിയാണെന്നുണ്ടെങ്കിലും ഉപ്പാണെങ്കിലും ഒക്കെ. എരിവ്, ഉപ്പ്, പുളിയൊക്കെ എൻ്റെ പാകം തന്നെയാണോ നിങ്ങൾക്കൊന്നും എനിക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഇത് നിങ്ങൾ ആദ്യം ചെയ്യുമ്പോൾ ഒരു 1/4 കിലോ കൊച്ചുള്ളി എടുത്തിട്ട് ചെയ്ത് നോക്കണേ. കാരണം എരിവായാലും ഉപ്പായാലും പുളിയായാലും ഒക്കെ എൻ്റെ പാകം തന്നെ ആയിക്കൊള്ളണം എന്നില്ലല്ലോ നിങ്ങളുടേത്. അതുകൊണ്ട് ചെറിയൊരളവെടുത്ത് ഉണ്ടാക്കി നോക്കിയിട്ട് പിന്നെ നിങ്ങളിത് കൂടുതൽ ഉണ്ടാക്കി വെച്ചാൽ മതി. ഇത് ഫ്രീസറിൽ വെച്ചാലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ മിക്കവാറും ഇത് കപ്പ പുഴുങ്ങിയതിൻ്റെ കൂടെയാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ മുട്ട ദോശയുടെ കൂടെ. നല്ല കോമ്പിനേഷനാണ്. ഇഡലിയുടെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും ഒക്കെ നല്ലതാണ് കേട്ടോ. നമുക്ക് ചോറിന് എന്തെങ്കിലും കറി കുറവുണ്ടെങ്കിൽ ഈ ഒരു ഉള്ളിച്ചമ്മന്തിയും ഒരു മുട്ട പൊരിച്ചതും ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ല ഇത് മാത്രമാണെങ്കിൽ പോലും ഒരു പച്ചക്കറിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രുചിയായിട്ട് ഭക്ഷണം കഴിക്കാവുന്നതേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് എത്ര നേരം വഴറ്റാൻ പറ്റുമോ അത്രയും നേരം നന്നായിട്ട് വഴറ്റണം. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഞാൻ ഈ ഉള്ളിയൊക്കെ വഴറ്റാൻ ഇട്ടപ്പോഴത്തെ നിറം ഇപ്പം വഴറ്റി കഴിഞ്ഞപ്പോഴത്തെ നിറവുമായിട്ട് എന്തുമാത്രം വ്യത്യാസം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഒന്നുകിൽ ചെറിയ തീയിലിട്ട് അല്ലെങ്കിൽ ചെറിയ തീയിൽ മീഡിയം ഫ്ലെയിമിലും മാറി മാറി ഇട്ടിട്ട് വേണം നിങ്ങൾ ഇത് കൂടെ നിന്ന് വഴറ്റണം കേട്ടോ. ഒരു കാരണവശാലും അടിക്ക് പിടിക്കാൻ ഇടയാവരുത്. എൻ്റെ ഈ വീഡിയോയോ ഈ ചാനലോ ഒക്കെ ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ സമയം കിട്ടുമ്പോൾ എൻ്റെ ചാനലിലൊന്ന് പോയി നോക്കണേ. ഒരുപാട് നല്ല നല്ല വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ വേറെ ഒരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്